റാങ്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ ദേ ആർ ഡൂയിങ് സംതിങ് എക്സ്ട്രാ. അല്ലാതെ അവർ എന്ത് ചെയ്യില്ല, ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് വരില്ലല്ലോ. പലപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠനം ഉണ്ടെങ്കിലാണ് കുട്ടികൾ പെട്ടെന്ന് പാസ്സാവുന്നത്. ചില കുട്ടികളുണ്ട്, നമ്മളിപ്പോൾ ഒരു നല്ലൊരു മോട്ടിവേഷനൊക്കെ കൊടുത്താൽ വളരെ ആവേശത്തിൽ രാവും പകലൊക്കെ പഠിക്കും, പിന്നെ ഒരാഴ്ച റെസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റീസെൻറ്റ് ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റാങ്ക് അടിക്കുന്ന ഓൺലൈൻ സ്റ്റുഡൻസ്. ഞാൻ തന്നെ പഠിപ്പിച്ച പല റാങ്ക് നോക്കുമ്പോൾ ഓൺലൈൻ സ്റ്റുഡൻസിനെ കിട്ടിയിട്ടില്ല. ഇതിൽ കോമൺ ആയിട്ട് കുട്ടികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ, എക്സാമിന് ചില കുട്ടികൾ ആദ്യം തന്നെ പോയിട്ട് സിനാരിയോ ക്വസ്റ്റ്യൻ നോക്കും. സിനാരിയോ എളുപ്പമാണോ ഈസിയാണ്, അത് ഇൻ കേസ് അവർ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവിടെ തന്നെ ഡൗൺ ആവും. പിന്നെ അവർക്ക് അറിയാവുന്നത് കിട്ടാത്തൊരവസ്ഥ വരും. ഇതിന് സ്കോപ്പ് കുറയോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പൊതുവേ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഒക്കെ പറയും, ഇതൊക്കെ 1494 വന്നൊരു സാധനമാണ്. ഇന്നിപ്പോൾ 2025 നമ്മളുള്ളത്. ഇത്രയും കാലം നിലനിന്നൊരു സിസ്റ്റം ഇനി അങ്ങോട്ട് നിലനിൽക്കുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. കാരണം എവിടെയൊക്കെ ബിസിനസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹ്യൂമൻ ബീങ്സിനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു എൻഡ്, ലൈഫിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് എന്നാണോ അതുവരെ ഈ കൊമേഴ്സ് പ്രൊഫഷണൽസിന് സ്കോപ്പ് ഉണ്ട്. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി കൊമേഴ്സ് പ്രോ പോഡ്കാസ്റ്റ് സീരീസ്. ഇന്ന് ACC സ്റ്റുഡൻസിന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. നമ്മളൊക്കെ ഈ ഒരു ACC കേട്ട് തുടങ്ങിയിട്ട് ഒരു 4-5 വർഷം ആയി കാണും അല്ലേ? പക്ഷേ ഇതിനൊക്കെ മുമ്പ് ഒരു 11 വർഷത്തോളമായിട്ട് ഈ ഒരു ACC ഫീൽഡിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്. അതുപോലെ ACCയിൽ മാത്രമല്ല CA, CMA, ACC സ്റ്റുഡൻസിനെല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള, എസ്പെഷ്യലി നമ്മുടെ ACC PM സ്റ്റുഡൻസിൻ്റെ ഫേവറേറ്റ് ഫാക്കൽറ്റി ആയിട്ടുള്ള CMA മുഹമ്മദ് അഹമ്മദ് ഹസൻ സർ ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സർ, വെൽക്കം ടു എൻട്രി കൊമേഴ്സ് പ്രോ. സർ, ഇപ്പോൾ ഒരു 11 വർഷമായിട്ട് ഈ ഒരു ACC ടീച്ചിങ് ഫീൽഡിലുണ്ടല്ലേ? അപ്പോൾ ആ ഒരു ഫസ്റ്റ് എൻട്രി എങ്ങനെയായിരുന്നു? ഒരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടിൽ നിന്നും ഈ ഒരു ACC ടീച്ചിങ്ങിലേക്ക് വരാനുള്ള ആ ഒരു റീസെൻറ്റ് ജേർണി എങ്ങനെയായിരുന്നു? അല്ല, ആക്ച്വലി ഞാൻ ഫസ്റ്റ് ക്വാളിഫൈ ചെയ്തതിന് ശേഷം ആദ്യം വർക്ക് ചെയ്തിരുന്നത് ഖത്തറിലായിരുന്നു. അതിനുശേഷമാണ് നാട്ടിൽ വരുന്നത്. പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണല്ലോ നമ്മൾ CMA ഒക്കെ പഠിക്കുന്നത്. അങ്ങനെ പ്രാക്ടീസ് തുടങ്ങി. അതോടൊപ്പം തന്നെ എനിക്കൊരു ഇഷ്ടമുള്ളൊരു മേഖല എന്നുള്ള രീതിയിലാണ് ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് പ്രാക്ടീസ് പ്ലസ് ടീച്ചിങ് എന്നൊരു മോഡലായിരുന്നു. പിന്നീട് പ്രാക്ടീസ് കുറഞ്ഞു, ഇപ്പോൾ ടീച്ചിങ് കൂടിയൊരു സിറ്റുവേഷനിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 11 വർഷമായിട്ട് ഒരുപാട് ACC സ്റ്റുഡൻസിനെ സാർ മീറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സ്റ്റുഡൻസിൻ്റെ ACCയുടെ ആ ഒരു ട്രെൻഡ് എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഇനീഷ്യലൊക്കെ ACCA സ്റ്റുഡൻസ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ 2014 ACC കുട്ടികൾ വരുന്നത് പലപ്പോഴും കേരളത്തിലൊരു അവസ്ഥയാണ് പറയുന്നത്, CA ഡ്രോപ്പ് ഔട്ട്സ് ഒക്കെയാണ് എന്ത് ചെയ്യാറ്, ACCയിലേക്ക് വരിക. അത് ഈസിയാണെന്ന് വിചാരിച്ചിട്ടാണ് വരാറ്. എന്നാൽ ഇപ്പോൾ നമ്മളൊരു 2017 മുതലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ACC എന്നുള്ളൊരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് വരുന്ന കുട്ടികളാണ്. എന്ന് പറയുമ്പോൾ അവർ ACCയെ കുറിച്ച് നന്നായിട്ട് പഠിച്ച് അതിൻ്റെ സ്കോപ്പൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന കുട്ടികളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മുൻപത്തെ കുട്ടികളെ പഠിപ്പിച്ച് പാസ്സാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇപ്പോഴത്തെ ഒരു കുട്ടികളെ പാസ്സാക്കുക എന്നുള്ളത്. കാരണം അവർ കറക്റ്റായിട്ടുള്ള ഒരു പാഷൻ വെച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസിന് സർ ഇതുവരെ ആ ഒരു ജേർണിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും? എക്സാക്ട്ലി ഒരു കൗണ്ടൊന്നും ഉണ്ടാവില്ല, എന്തായാലും ഒരു 20,000+ ഒക്കെ എന്തായാലും പഠിപ്പിച്ചിട്ടുണ്ടാവും. ഒരു 20,000+ അല്ലേ? അപ്പോൾ ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സും ഉണ്ടാവുമല്ലോ ആ ഒരു കൂട്ടത്തിൽ? റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ. നമുക്കിപ്പോൾ പ്രൈസ് വിന്നേഴ്സ് ഇപ്പോൾ വേൾഡ് ആയാലും നാഷണൽ റാങ്ക്സ് ആയാലും ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയും ഒരു കറക്റ്റ് കൗണ്ടൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു റാങ്ക് ഹോൾഡേഴ്സിൻ്റെ കേസിൽ സർ നോർമൽ സ്റ്റുഡൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരു റാങ്ക് ഹോൾഡേഴ്സ് ആയത്, അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജിയിൽ പ്രിപ്പറേഷനിലൊക്കെയുള്ള ആ ഒരു ഡിഫറൻസ് എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? എന്തായാലും നമ്മളിപ്പോൾ ഒരു റാങ്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ ദേ ആർ ഡൂയിങ് സംതിങ് എക്സ്ട്രാ. അല്ലാതെ അവർ എന്ത് ചെയ്യില്ല, ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് വരില്ലല്ലോ. അപ്പോൾ പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പലപ്പോഴും റാങ്ക് പ്രതീക്ഷിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെയാണ് റാങ്ക് കിട്ടാറ്. അവർ ചിലപ്പോൾ പുറമേ പറയാറൊന്നുമില്ല, എന്നാൽ അവരുടെ പ്ലാനിങ് ആയാലും ഇനീഷ്യലി നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ഒരു ഡൗട്ടൊക്കെ ചോദിക്കുന്ന ഒരു ലെവൽ കാണുമ്പോൾ തന്നെ അവർ ആദ്യം തന്നെ പ്രിപ്പറേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. കാരണം ചില കുട്ടികളൊക്കെ ഈ സ്റ്റഡി ലീവിൻ്റെ സമയത്തൊക്കെയാണ് കാര്യമായിട്ട് പഠിക്കാറ്. എന്നാൽ റാങ്കിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം ചില കുട്ടികൾക്ക് റാങ്ക് കിട്ടും എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പോൾ അവർ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാവും. പിന്നെ നമ്മൾ കൊടുക്കുന്ന വർക്കൊക്കെ അത്രയും നന്നായിട്ട് ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ് പൊതുവെ റാങ്കിലൊക്കെ എത്താറ്. ബാക്കിയുള്ളവർ ക്യാപ്പബിൾ അല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് ജസ്റ്റ് പാസ്സായാൽ മതി എന്നൊരു ലക്ഷ്യം വെച്ചിട്ടാണ് പഠിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ACCA കോഴ്സിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് അവർ എക്സാമിന് പറ്റിയൊരു ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതായിട്ട് വരും? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഞാൻ ചെയ്ത പ്രൊഫഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഞാൻ എടുക്കുന്ന ഡിഫറെൻറ്റ് പല പ്രൊഫഷൻസിനും ക്ലാസ് എടുക്കുമ്പോൾ പൊതുവേ നമുക്കറിയാം ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ ACCA എന്നൊക്കെ പറയുന്ന കോഴ്സ് എന്ന് പറയുമ്പോൾ നോർമലി ഒരു ഡിഗ്രിയൊക്കെ വരുന്ന കുട്ടികൾ വളരെ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നൊരു കോഴ്സാണ്. ഈ കോഴ്സൊക്കെ പാസ്സാവാൻ ശരിക്കും പറഞ്ഞാൽ നല്ല കാലിബർ അല്ല എനിക്ക് വേണം തോന്നിയത്. പലപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠനം ഉണ്ടെങ്കിലാണ് കുട്ടികൾ പെട്ടെന്ന് പാസ്സാവുന്നത്. ചില കുട്ടികളുണ്ട്, നമ്മളിപ്പോൾ ഒരു നല്ലൊരു മോട്ടിവേഷനൊക്കെ കൊടുത്താൽ വളരെ ആവേശത്തിൽ രാവും പകലൊക്കെ പഠിക്കും, പിന്നെ ഒരാഴ്ച റെസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു സ്ട്രാറ്റജി അല്ല, അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് ആയിരിക്കും അവരെ പൊതുവെ പെട്ടെന്ന് പാസ്സാക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അതിൽ തന്നെ കുറേ കുട്ടികൾ ഇപ്പോൾ 2-3 പേപ്പേഴ്സൊക്കെ ഒറ്റൊരു അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ടല്ലോ. അവരൊക്കെ ഡേ 1 മുതലേ വെൽ പ്ലാൻഡ് ആണ്, അതും കൺസിസ്റ്റൻ്റ് ആണ്. പൊതുവെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയും കൺസിസ്റ്റൻ്റ് ആവാന്നുള്ളത്. ഇപ്പം നമ്മളും ചിലപ്പോഴൊക്കെ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ഡേ റൂട്ടീൻസിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഡിസിപ്ലിനായിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചാൽ അത് ഫോളോ ചെയ്യാൻ വളരെ പ്രയാസപ്പെടാറുണ്ട്. അത് തന്നെ ചില കുട്ടികളിലും എന്ത് ചെയ്യാറുണ്ട്, അത്തരം പ്രോബ്ലംസ് കാണാറുണ്ട്. എന്നാൽ ആ പ്രോബ്ലമൊക്കെ ഓവർകം ചെയ്ത് വളരെ കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഈ പേപ്പേഴ്സൊക്കെ പാസ്സാകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺസിസ്റ്റൻസി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നോർമലി സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ കോമൺലി ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ കോമൺലി ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ എക്സാം അപ്രോച്ചിലേക്ക് വരുമ്പോൾ എക്സാം അപ്രോച്ചിൽ കുട്ടികൾക്ക് മെയിനായിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ടൈം മാനേജ്മെൻറ്റാണ്. മറ്റൊന്നെന്ന് പറയുന്നത് പല കുട്ടികളും അറിയാം, പക്ഷേ എക്സാം ഹാളിലെത്തുമ്പോൾ എവിടെയോ കേട്ടതുപോലെ അത് ഇനി അവൻ അഗെയിൻ അത് എവിടെയാണ് പഠിച്ചത് അല്ലെങ്കിൽ ഏത് കോൺസെപ്റ്റ് എന്നൊക്കെ ആലോചിച്ച് വരുമ്പോഴേക്കും അവരുടെ സമയം കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ റിവിഷൻ മാരത്തോണൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളോട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിവിഷൻ എടുക്കുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ എടുക്കുക. ചില കുട്ടികൾ ഒറ്റത്തവണ പഠിച്ചിട്ട് എക്സാം എഴുതാൻ പോകും. അപ്പോൾ അത്തരം കുട്ടികൾക്ക് നോളജ് ഉണ്ടാവും, ബട്ട് ആ ടൈംലി അതെന്ത് ചെയ്യാൻ പറ്റില്ല, ഡെലിവർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനിപ്പോൾ കോഴ്സ് ചെയ്യുമ്പോഴായാലും ഇപ്പോൾ നിങ്ങൾ CMA പഠിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ കോഴ്സ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം മൾട്ടിപ്പിൾ റിവിഷൻസ് ആണ്. അപ്പോൾ അത്തരം മൾട്ടിപ്പിൾ റിവിഷൻ എടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. കുട്ടികൾ വരുത്തുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവരൊരു സിംഗിൾ റിവിഷനിലൊക്കെ ചിലപ്പോൾ അതന്നെ അവർക്ക് പഠിക്കുന്ന കൂടിപ്പോയി എന്നൊക്കെ വിചാരിച്ചിട്ട് പോകും. അപ്പോൾ അവിടെ എക്സാം ഹാളിലെത്തുമ്പോഴാണ് അവരുദ്ദേശിച്ച രീതിയിൽ ഡെലിവറി കിട്ടില്ല. അതേപോലെ തന്നെ ആലോചിച്ച് കുറേ സമയം എടുക്കുമ്പോഴേക്ക് അവരുടെ ടൈമും കഴിയും. അപ്പോൾ അവിടെ ഒരു പ്രോപ്പർ ടൈം മാനേജ്മെൻ്റ് ഒക്കെ പറ്റിയാൽ ഈ മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. മറ്റൊന്ന് പ്രോപ്പർ റിവിഷൻ എടുക്കുക എന്നുള്ളത്. സർ, ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ACCA സ്റ്റുഡൻസിനെ സംബന്ധിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, എക്സാം കിറ്റ് പ്രാക്ടീസ് ചെയ്യണം, പിന്നെ കുറേ മോക്ക് എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റഡി ഹബിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് റിസോഴ്സസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഇവർക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് ആ ഒരു എക്സാം ടൈമിലേക്ക് കറക്റ്റായിട്ടൊരു പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റും? ഇപ്പം ഇപ്പോൾ എല്ലാവരുടെയും ഒരു സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ പേപ്പേഴ്സിൽ ചെയ്യാറുള്ളത്, എൻ്റെത് ഇപ്പോൾ PM എന്നുള്ള പേപ്പർ നമ്മൾ പറയുമ്പോൾ ഒരു ലോജിക്കൽ പേപ്പറാണ്. അപ്പോൾ ഈ പേപ്പറിന് ആദ്യം വേണ്ടത് കോൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്. കുട്ടികൾക്ക് നന്നായിട്ട് ആ കോൺസെപ്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ ലാസ്റ്റിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ ഇനീഷ്യലി തന്നെ അവരുടെ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇപ്പോൾ റിവിഷൻ, നമുക്കറിയാം ACCൻ്റെ ഏറ്റവും ഓതറൈസ്ഡ് റിസോഴ്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഹബ്ബ് തന്നെയാണ്. അതിലുള്ള ക്വസ്റ്റ്യൻസ്, പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ്, ഇതൊക്കെ ചെയ്യാൻ സമയം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം മുതലേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പൊതുവെ നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ സ്റ്റൈലൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു സമയം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. പല കുട്ടികളും ആ സമയത്ത് തന്നെ പ്രോപ്പറായിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഇതിന് നല്ല ശരിക്കും പറഞ്ഞാൽ 3 പേപ്പേഴ്സൊക്കെ ACCA എഴുതാൻ പറ്റുമെന്ന് പറയുന്നത് ഇതിനൊക്കെ അത്രയും സമയം ആവശ്യമുള്ളൂ. അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ 1 മണിക്കൂർ വെച്ച് പഠിക്കുകയാണെങ്കിൽ 30 ദിവസം പഠിച്ചാലായിരിക്കും 30 മണിക്കൂറാകും. 10 മണിക്കൂർ വെച്ച് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് 3 ദിവസം കൊണ്ട് 30 മണിക്കൂറാകും. അപ്പോൾ കുട്ടികൾ ആദ്യം തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇപ്പോൾ ക്ലാസ് ഫോളോ ചെയ്യുക, പ്ലസ് അതിനെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാനുള്ള സമയമുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു റിവിഷൻ മാരത്തോണൊക്കെ ഞാൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. റിവിഷൻ മാരത്തോണിൽ ശരിക്കും പറഞ്ഞാൽ 3-4 റിവിഷൻസ് ഉണ്ടാവും. അതുകൂടാതെ മോക്ക് ടെസ്റ്റ്, ഒരു 4 മോക്ക് ടെസ്റ്റൊക്കെ നമ്മൾ മിനിമം കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം പല കുട്ടികളും ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം കുട്ടികൾ സ്റ്റഡി ലീവിനൊക്കെ വിട്ടാൽ അവരുടെ ഒരു തോന്നിയാസം നടക്കാറ്. എന്നാൽ ചില കുട്ടികൾ വളരെ നമ്മൾ ഇപ്പോൾ പറയുന്ന കഥയെ അനുസരിക്കുന്ന കുട്ടികളുണ്ട്, അവരൊക്കെ ഇത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല സ്റ്റുഡൻസും ഈ ജോയിനിങ് ടൈമിൽ കേട്ടിട്ടുള്ളത് CA വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഈസിയുള്ള കോഴ്സാണ് ACCA. ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടൊക്കെയാണ് വരാറ്. ചില കുട്ടികൾക്ക് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ CAക്കും ACCക്കും എടുക്കുമ്പോൾ
ഓൾമോസ്റ്റ് സെയിം പേപ്പർ തന്നെയാണ്. സി എക്ക് കോസ്റ്റിംഗ് എന്നുള്ളൊരു പേപ്പറാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പേപ്പർ വൈസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ സി എൻ്റെ കോസ്റ്റിങ്ങിനേക്കാൾ ഡിഫിക്കൽട്ട് ACCയുടെ PM ആണ്. അവിടെയുള്ള ഒരു പ്രയാസം എന്ന് പറയും, ഇപ്പോൾ സി എ ഇന്ത്യൻ കോഴ്സിലെ ഒരു പ്രയാസം എന്ന് പറയുന്നത് ഗ്രൂപ്പ് സിസ്റ്റമാണ്. അവർക്കിപ്പോൾ ഒരു 3 പേപ്പേഴ്സ് അല്ലെങ്കിൽ 6 പേപ്പേഴ്സൊക്കെ ഒരുമിച്ച് എഴുതുക എന്നുള്ള ഒരു പ്രയാസമുള്ളത്. ഇൻഡിവിജ്വലി നമ്മൾ എക്സാം ടെസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഇൻ്റർമീഡിയറ്റ് ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ സി എനേക്കാളൊക്കെ ഡിഫിക്കൽട്ടാണ് ACCA. ബട്ട് ACCA സ്റ്റുഡൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർക്ക് ഓരോ പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യാം, പഠിക്കുക, അത് ഓരോന്നും പാസ്സായതിനു ശേഷം അടുത്ത പേപ്പറിലേക്ക് മൂവ് ചെയ്താൽ മതി. അറ്റ് എ ടൈം ഒന്നിലധികം പേപ്പേഴ്സൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, അത്രയും സ്ട്രഗിളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റുഡൻസിന് ഇപ്പോൾ ചില സ്റ്റുഡൻസൊക്കെ പേപ്പേഴ്സ് മൾട്ടിപ്പിൾ ടൈംസ് അറ്റൻഡ് ചെയ്തിട്ട് ഫെയിൽ ആകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്, അല്ലെ 1-2 മാർക്കിനൊക്കെ ഫെയിൽ ആവുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? അവരുടെ എന്ത് റോങ് അപ്രോച്ച് ആയിരിക്കും അവിടെ വരുന്നത്? പലപ്പോഴും ഈ കുട്ടികൾ റിപ്പീറ്റഡ് ആയിട്ട് ഫെയിൽ ആവുന്നത്, ഇപ്പോൾ ACCൻ്റെ പേപ്പറിൽ വൺ ഓഫ് ദ ടഫസ്റ്റ് പേപ്പറാണ് PM. അപ്പോൾ നമുക്കിതിൽ റിപ്പീറ്റഡ് ആയിട്ട് തോൽക്കുന്ന കുട്ടികളെ കാണാൻ പറ്റാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് അറ്റംപ്റ്റ് പോലും എൻ്റെ അടുത്ത് ഒരു സ്റ്റുഡൻറ്റ് വന്നു. ആ സ്റ്റുഡൻറ്റ് 4 അറ്റംപ്റ്റ് ഫെയിലായിട്ടാണ് ക്ലാസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ അവൻ ഓൾറെഡി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത്, എനിക്കൊന്ന് പുറത്തുനിന്ന് ഒന്ന് അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ അവൻ വീണ്ടും 3 തവണ എക്സാം എഴുതി, അതൊക്കെ 48, 49 ഈ റേഞ്ചിലൊക്കെ തോൽക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു ക്ലാസ് കാണേണ്ട ഒരു ആവശ്യം അവനിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവനെ സംബന്ധിച്ച് തോന്നിയിട്ടില്ല. പിന്നെ ഏതൊരു P-level ഫാക്കൽറ്റി അവന് റെക്കമെൻഡ് ചെയ്തു, അങ്ങനെയാണ് എൻ്റെ ക്ലാസ്സിലെത്തിയിരുന്നത്. അപ്പോൾ ഇത്തരം കുട്ടികൾ ചെയ്തിരുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മളൊരു തവണ പഠിച്ചൊരു സാധനം എഗെയിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സെയിം മിസ്റ്റേക്ക് ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പല കുട്ടികൾക്കും ഈ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും കാണുമ്പോൾ അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അവർക്ക് ആൻസർ അറിയാം എന്നൊരു പ്രയാസം വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു തോൽവി നമുക്ക് സംഭവിച്ചാൽ ഒരു കംപ്ലീറ്റ് ഷിഫ്റ്റാണ് അവിടെ ആവശ്യം വരിക. നമ്മൾ ആദ്യം ഫോളോ ചെയ്തിരുന്ന പാറ്റേൺ ഒന്ന് മാറ്റി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ ഞാൻ ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ എക്സാം എഴുതി പാസ്സാവാതെ വരുന്ന കുട്ടികളോട് പറയാറ്, അവരുടെ ഓൾറെഡി ഉള്ള സിസ്റ്റം എന്ത് ചെയ്യുക, ഒന്ന് റീസ്ട്രക്ചറൈസ് ചെയ്യുക. അപ്പോൾ പൊതുവെ കുട്ടികൾ പാസ്സാവാറുണ്ട്. കാരണം അവർ ഈ 4 അറ്റംപ്റ്റ് ഒക്കെ എടുത്താളെന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി പാസ്സാകാൻ ക്വാളിഫൈഡ് ആണ്. പക്ഷെ സെയിം മിസ്റ്റേക്കിൽ എന്താണെന്ന് അറിയില്ല, ബാഡ് ലക്ക് ആണെന്ന് അറിയില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒന്ന് സിസ്റ്റമാറ്റിക് കൊടുത്താൽ അവർ പാസ്സാവാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ACCയുടെ ഇത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് ACCയിലേക്ക് ജോയിൻ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അഫ്ലേറ്റ്സിൻ്റെ നമ്പർ എടുത്ത് നോക്കുമ്പോൾ ഇതിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്ന കുറേ പേരുണ്ട്. എന്തുകൊണ്ടായിരിക്കും സ്റ്റുഡൻസ് ഈ പാതിക്ക് വെച്ചിട്ട് ഈ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നത്? എനിക്ക് പൊതുവേ തോന്നിയത്, ഇപ്പോൾ ഇന്ത്യൻ കോഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ 5 വർഷം 6 വർഷം 10 വർഷമൊക്കെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരങ്ങനെ സ്ട്രഗിൾ ചെയ്യാൻ റെഡിയാണ്. ACCA ചൂസ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ മൈൻഡ് സെറ്റ് തന്നെ ഒന്ന് പേപ്പർ വൈസ് എഴുതാം, ഈസി ആയിരിക്കും, ഇങ്ങനെയൊക്കെ മൈൻഡ് സെറ്റ് വെച്ച് അവരുടെ മൈൻഡ് സെറ്റിനെ ചുരുക്കുകയാണ്. അപ്പോൾ അത്തരം കുട്ടികളാണ് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പ്രയാസം വരുമ്പോൾ തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഒരു തോൽവി വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഓവർകം ചെയ്യാന്നുള്ള അത്ര എളുപ്പമല്ല. ബട്ട് എന്നാൽ ഇവിടെയും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 5 അറ്റംപ്റ്റ് ഇങ്ങനെയൊക്കെ എഴുതുന്നവർ അവർ മെൻ്റലി ഒന്ന് ഡൗൺ ആയിരിക്കും, ബട്ട് അവർ എന്തായാലും ACC ആവണമെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അത്തരം കുട്ടികളൊക്കെ നോർമലി ക്വാളിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തായാലും ക്വാളിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വരുന്ന കുട്ടികൾ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഇത്രയും വർഷമാകുമ്പോൾ കുറേ കുട്ടികൾ നമ്മളെക്കാൾ നല്ല പൊസിഷനിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ വന്നവരുണ്ട്. എൻ്റെ ഒരു ഓർമ്മയിലൊക്കെ 5 തവണയൊക്കെ ACCയുടെ 13 പേപ്പറിൽ 49 തോറ്റ കുട്ടികളൊക്കെ ഉണ്ട്. 5 തവണ തോറ്റു. എന്നിട്ട് അവർ ക്ലിയർ ചെയ്തു, നല്ല പാക്കേജിൽ അവർക്ക് കയറാൻ പറ്റി. ഞാൻ പൊതുവേ കുട്ടികളോട് പറയാറുണ്ട്, ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. നമ്മളിപ്പോൾ ഒരു സാധനം ഒരു വീഴ്ചയൊക്കെ വരുമ്പോൾ അത് അവിടെ തളരാതെ എന്ത് ചെയ്യുക, നമ്മൾ അങ്ങോട്ട് മുൻപോട്ട് പോകാമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ പോകുന്നവരൊക്കെ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഗിവ് അപ്പ് ചെയ്യുന്ന ഒരാൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡ്രോപ്പ് ഔട്ടായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ACC ഇപ്പോൾ കറൻ്റ്ലി അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു. കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് എന്ന് നമുക്ക് പറയാവുന്ന കോഴ്സ് ACC ആയിരിക്കും. ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൺഫ്യൂഷൻ നോർമലി ഇപ്പോൾ നമ്മൾ ACCയുടെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന കമൻറ്റ് ഇതായിരിക്കും, എല്ലാവരും ACCക്ക് ജോയിൻ ചെയ്യുന്ന ഇതിന് ഡിമാൻഡ് ഉണ്ടോ, ജോലി കിട്ടുമോ എന്നൊക്കെയാണ്. ഇപ്പോൾ സാറിൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ട്രെൻഡ് എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ACC ഡിമാൻഡ് കൂടുന്നുണ്ടോ, അതെയോ ഒരുപാട് സ്റ്റുഡൻസ് വരുമ്പോൾ ഡിമാൻഡ് കുറയുവാണോ? ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യം നമ്മുടെ ഈ ക്ലാസ്സൊക്കെ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2014 എനിക്കും അത്ര ഒരു ഫെമിലർ ആയിട്ടുള്ള കോഴ്സൊന്നുമല്ല ACCA. ദെൻ ഞാൻ ഈ കോഴ്സിന് പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നു, ക്ലാസ് എടുക്കുന്നു, അങ്ങനെയൊക്കെയാണ് ഞാൻ ACCA സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് എന്നെ സംബന്ധിച്ചും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു.
എങ്ങനെയായിരിക്കും ഇവരുടെ പ്ലേസ്മെൻറ്റ്. കാരണം ഇതൊരു ഔട്ട്സൈഡ് കോഴ്സാണ്. അവർ ഇന്ത്യയിൽ എത്രത്തോളം കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കും. ഇപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യ ഓഫ് കോഴ്സ് അവർക്ക് അത്ര ഹിസ്റ്ററി ഉണ്ട്. ബട്ട് ഇന്ത്യയിലൊക്കെ അവർ പ്ലേസ്ഡ് ആവും. കാരണം നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇൻറ്റേൺഷിപ്പ് ആയാലും ചില കുട്ടികൾ എംപ്ലോയ്മെൻറ്റ് തന്നെ ഇന്ത്യയിൽ നോക്കുന്നവരാണ്. അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ടു ബി ഫ്രാങ്ക്, ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നിയത്, നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ കോഴ്സിനൊക്കെ നമുക്കറിയാം ഇപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പോലുള്ള ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ACC ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റുഡൻസിന് വേണ്ടി എടുത്തിട്ടുണ്ട്. എല്ലാ എംപ്ലോയേഴ്സായിട്ടുള്ള ഒരു ടൈപ്പ് മാക്സിമം ഇവരെ റീച്ച് ആക്കുക. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇത്രയും ട്രെൻഡിങ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സിനാരിയോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ കുട്ടികൾ ഇതിലേക്ക് അട്രാക്റ്റ് ആവും. ഇതിന് സ്കോപ്പ് കുറയോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പൊതുവേ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഒക്കെ പറയും. ഇതൊക്കെ 1494 വന്നൊരു സാധനമാണ്. ഇന്നിപ്പോൾ 2025 നമ്മളുള്ളത്. ഇത്രയും കാലം നിലനിന്നൊരു സിസ്റ്റം ഇനി അങ്ങോട്ട് നിലനിൽക്കുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. കാരണം എവിടെയൊക്കെ ബിസിനസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹ്യൂമൻ ബീങ്സിനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു എൻഡ്, ലൈഫിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് എന്നാണോ അതുവരെ ഈ കൊമേഴ്സ് പ്രൊഫഷൻസിന് സ്കോപ്പ് ഉണ്ട്. കാരണം അത്രയും കാലം ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പ്രൊഡക്ട്സ് വേണം, സർവീസ് വേണം, അതിന് കമ്പനീസ് വേണം, കമ്പനീസിന് ഇൻവെസ്റ്റേഴ്സ് വേണം, ഈ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഓഡിറ്റ് ചെയ്യണം, ഈ ഓഡിറ്റ് ചെയ്യാൻ നമ്മുടെ ഇത്തരം ഓഡിറ്റിംഗ് പ്രൊഫഷണൽസ് വേണം. അപ്പോൾ ചിലപ്പോൾ നമുക്കിപ്പോൾ ഞാനൊക്കെ ആദ്യം വർക്ക് ചെയ്യുന്ന സമയത്ത് മാനുവൽ സിസ്റ്റമൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ്ലി അതില്ലാതായി. അതെന്തായി പിന്നീട് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡിൽ ഇപ്പോൾ ആദ്യമൊക്കെ ഇനീഷ്യലി നമ്മൾ പറയുമ്പോൾ ഇന്ന് കാണുന്ന എല്ലാ ERP സിസ്റ്റമൊന്നും ഇല്ല. ഇപ്പോൾ ടാലി എക്സലൊക്കെ ഇനീഷ്യലൊക്കെ യൂസ് ചെയ്തിരുന്നു. ഇത് നമ്മൾ നോക്കുമ്പോൾ SAP, ഒറാക്കിൾ, ഇതേപോലത്തെ ഒരുപാട് കസ്റ്റമൈസ്ഡ് ERPs, ഇതിലൊക്കെയുള്ള ഒരു വർക്കിൻ്റെ ഒരു എന്താ പറയുക മോഡൽ മാറിയെന്നല്ലാതെ ഈ ഒരു പ്രൊഫഷൻ്റെ സ്കോപ്പ് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതെപ്പോഴും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന വേണം. ടെക്നോളജി വളരുന്നത് കൂടുതൽ ഈസി ആക്കാനാണ്. ഇപ്പോൾ ഈ നമുക്ക് തന്നെ ഓരോ കണ്ടന്റ് എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ റിസോഴ്സ് ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ടെക്നോളജി വളരുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ അതൊരിക്കലും നമ്മുടെ ഈ ഒരു കോഴ്സിനെ എന്താ പറയുക ഒരു ഡിം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഡിപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമല്ല. പിന്നെ നമ്മൾ ഓഫ് കോഴ്സ് അന്നായാലും ഇന്നായാലും ക്വാളിഫിക്കേഷൻ ഷുഡ് കപ്പിൾ വിത്ത് ക്വാളിറ്റി. നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഏതൊരാളും പ്ലേസ്ഡ് ആവുള്ളൂ. ഇപ്പം ഞാൻ നന്നായിട്ട് ഒരു ക്വാളിഫിക്കേഷനിൽ ഒരാളാണ്. ഇപ്പോൾ അഞ്ജലിക്ക് എന്നെ ഒരു കമ്പനിയിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അത് അവിടെ എന്നെ ആവശ്യമുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എന്നെ എടുക്കണോ വേണ്ടിയോ എന്നുള്ള ഡിസൈഡ് ചെയ്യേണ്ടത് ആ കമ്പനിയാണ്. അവരെന്നിലുള്ള ഇമ്പ്രഷൻ ആയിരിക്കും അതിലേക്ക് എത്തിക്കുക. അല്ലാതെ ഇയാൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർവ്യൂവിൻ്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ ഞാൻ പറയാറുണ്ട്, ഒരു പേപ്പറിന് വേണ്ടി കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ഇൻ്റർവ്യൂസിന് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു നല്ലൊരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു 20 മിനിറ്റ്സിൻ്റെ ആ ഒരു ഇമ്പ്രഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ലാക്സ് ആൻഡ് ലാക്സ് സാലറി വാങ്ങിക്കാനുള്ള ഒരു എംപ്ലോയിയായി മാറുന്നത്. അവർ അത്രയും വലിയൊരു കമ്മിറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് ഈ 20 മിനിറ്റ്സ് അവരെന്ത് ചെയ്യും, ശരിക്കും ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല ഇമ്പ്രഷൻ കൊടുക്കുക, പിന്നെ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ എടുക്കുക, നന്നായിട്ട് ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ പറഞ്ഞ പോലെ തന്നെ ACC സ്റ്റുഡൻസ് അത് കൂടാതെ എന്തെങ്കിലും സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിലവർ വർക്ക് ചെയ്യേണ്ടതുണ്ടോ? ഈ ഒരു ജസ്റ്റ് കോഴ്സ് മാത്രം പഠിച്ചാൽ മതിയോ, അതെയോ സ്കിൽ അപ്ഡേഷനിലൂടെ വർക്ക് ചെയ്യണോ? നോർമലി ACC കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് അക്കാഡമിക് സൈഡ് ഇസ് കംപ്ലീറ്റ്. നമുക്കൊരു ഫൈനാൻഷ്യൽ പ്രൊഫഷണൽ ആവേണ്ട എല്ലാ മൊഡ്യൂൾസും, അതൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിക്കോട്ടെ, ഓഡിറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് ആയിക്കോട്ടെ, ഈ എല്ലാ പൊസിഷനും ക്യാപ്പബിൾ ആകുന്ന സിലബസ് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അഡീഷണൽ സ്കിൽ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ. ഇപ്പോൾ എനിക്ക് തീരെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ഒരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഞാൻ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയുള്ള അഡീഷണൽ കോഴ്സാണ് നമുക്ക് ഇനീഷ്യൽ എംപ്ലോയ്മെൻറ്റിലേക്ക് ആവശ്യമുണ്ടാവുക. പിന്നെ ഒരാളെ സംബന്ധിച്ച് എത്രത്തോളം ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യുന്നു അത്രത്തോളം അയാൾക്കൊരു ക്വാളിറ്റി കൂടും ഓഫ് കോഴ്സ്. ഇപ്പോൾ ഫ്രഷറായിട്ട് വരുന്ന ഒരു ACC ഗ്രാജുവേറ്റിന് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുണ്ട്? ഇപ്പോൾ ഫ്രഷറായിട്ട് വരുന്നതെന്നല്ല, ഇപ്പോൾ ACCൻ്റെ മൊഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ FM, PM, FR, ഓഡിറ്റ്, ടാക്സ്, ഈ 5 മേഖലയാണ് മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത്. അതിൽ FM ആണ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ഏരിയയിലേക്ക്, അതിൻ്റെ അഡ്വാൻസ്ഡ് പേപ്പറാണ് FM വരുന്നത്. ഇപ്പോൾ PM എന്ന് പറയുന്നത് പെർഫോമൻസ് മാനേജ്മെൻറ്റ്, ഇത് മാനുഫാക്ചറിങ് സെക്ടറിലും അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. FR എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ്. നോർമലി നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നോളജാണ്. പിന്നെ ഓഡിറ്റിംഗ് ഓഫ് കോഴ്സ്. പിന്നെ ടാക്സ്, നമുക്ക് ടാക്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാക്സ് എന്നുള്ള സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഇനീഷ്യലി ഒരു കുട്ടി എൻ്റർ ചെയ്യുമ്പോൾ പൊതുവേ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റാറില്ല ഏത് ഫീൽഡിലേക്ക് പോകണം എന്നുള്ളത്. കാരണം അവർക്ക് ഈ ഒരു ഫീൽഡിൻ്റെയും പ്രാക്ടിക്കൽ നോളജ് ഇല്ല. പിന്നെ പൊതുവെ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഇനീഷ്യലി അവർ ജോബ് ഏത് ജോബാണോ ഇത് റിലേറ്റഡ് ആയിട്ട് കിട്ടുന്നത് ആ ജോബിലേക്ക് എൻ്റർ ചെയ്യും.
ഇപ്പോൾ ഓഡിറ്റിലാണ് കിട്ടിയതെങ്കിൽ അവർ ഓഡിറ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. 1 or 2 years കഴിയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് ഓക്കെ ആയിട്ട് അവർ ആ ഒരു ഫീൽഡ് തന്നെ മുമ്പോട്ട് പോകും. ചില ആൾക്കാർക്ക് ഓഡിറ്റിംഗ് ഇഷ്ടാവില്ല, ചിലപ്പോൾ അനലിറ്റിക്കൽ പൊസിഷനിലേക്ക് മാറാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ അത്തരം ആൾക്കാർ എന്ത് ചെയ്യും, ഈ FM പോലുള്ള പേപ്പേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് മേഖലയിലേക്ക് മാറും. ചില ആൾക്കാർക്ക് ടാക്സിനോടാണ് ഇഷ്ടമെങ്കിൽ ഒന്ന് അവർ ACCയുടെ ടാക്സ് പ്ലസ് EA എന്നുള്ളൊരു കോഴ്സ് പൊതുവേ നമ്മുടെ ഈ ഒരു മേഖലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് റിലേറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അത്തരം കോഴ്സസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ACCയിലേക്ക് വരുമ്പോൾ ഈ എക്സംഷൻ റൂട്ട് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നോർമലി സ്റ്റുഡൻസ് ചോദിക്കുന്നതാണ്, ഈ ഒരു എക്സംഷൻ എടുത്തത് കൊണ്ട് ജോബിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? പൊതുവേ ഇപ്പോൾ ACC എക്സംഷൻ റൂട്ടാണോ നല്ലത്, റെഗുലർ റൂട്ടാണോ നല്ലതെന്ന് നോക്കുമ്പോൾ രണ്ടും നല്ലത് തന്നെയാണ്. നമുക്ക് ഇന്നതാണ് കൂടുതൽ നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് എക്സംഷൻ റൂട്ടിലെ കുട്ടികൾ പലപ്പോഴും ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവർ എക്സംഷൻ ആണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യില്ല, പഠിക്കാതെ വരും. അപ്പോൾ അവർ P ലെവലിൽ എത്തുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അതേസമയം ഈ നോർമൽ റൂട്ടിൽ വരുന്ന കുട്ടികളെന്ന് പറയുമ്പോൾ അവർ ഓരോ പേപ്പറും എക്സാം ഫീസൊക്കെ അടച്ചിട്ട് പാസ്സാവുന്നവരാണ്. അപ്പോൾ അത്രയും എമൗണ്ട് അവരെ സംബന്ധിച്ച് നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെയും സ്ട്രഗിൾ ചെയ്തിട്ടായാലും പഠിച്ചിട്ടാണ് P ലെവലിൽ എത്തുന്നത്. അപ്പോൾ പൊതുവേ ഞാൻ എക്സംഷൻ റൂട്ട് എടുക്കുന്ന കുട്ടികളോട് പറയാറ്, ഒരു നോർമൽ റൂട്ട് എടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയാണോ പഠിക്കുന്നത് അതേ എഫേർട്ട് നിങ്ങൾ എടുത്താൽ മാത്രമേ P ലെവലിൽ എത്തുമ്പോൾ അവർക്ക് ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് അവർ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഓക്കെ, ജോബിലേക്ക് വരുമ്പോൾ ഇതിൽ ഇഷ്യൂസ് ഒന്നുമില്ല? ഇല്ല, ജോബിലേക്ക് വരുമ്പോൾ നോർമലി ഇപ്പോൾ P ലെവൽ ക്വാളിഫൈ ചെയ്യുമ്പോൾ തന്നെ അവരൊരു സെർട്ടൻ ക്വാളിറ്റി എന്തായാലും ഉണ്ടെന്നാണ് മീനിങ്. അവിടെ ഒരു ഡിഫറൻസ് ഒന്നും പൊതുവേ ഫീൽ ചെയ്യാറില്ല. കാരണം ഇഷ്ടംപോലെ കുട്ടികൾ എക്സംഷൻ റൂട്ടിലും പ്ലേസ്ഡ് ആവാറുണ്ട്, അല്ലാത്ത റൂട്ടിൽ പിന്നെ നോർമലി പ്ലേസ്ഡ് ആവാറുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഡിഗ്രി കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസിന് നമ്മുടെ ട്രഡീഷണൽ എക്സാം മെത്തേഡ്സിലും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. ACCA കുറച്ചുകൂടെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, കുറച്ചുകൂടെ മോഡേൺ ആണ്. അപ്പോൾ ആ ഒരു ACCA എക്സാം പാറ്റേൺ ഒക്കെ ആയിട്ട് വരുമ്പോൾ ആ ഡിഫറൻസസ് എന്തൊക്കെയാണ്? സ്റ്റുഡൻസ് എന്തെങ്കിലും എക്സ്ട്രാ പ്രിപ്പറേഷൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ACCൻ്റെ എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്നുള്ളത് ഇന്നത്തെ കുട്ടികൾക്ക് പൊതുവേ വലിയ ചാലഞ്ചിങ് അല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്ത്. കാരണം മെജോറിറ്റി ആൾക്കാരും കമ്പ്യൂട്ടറായിട്ട് ഫെമിലിയർ ആണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഇവരുടെ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ സിസ്റ്റത്തിൽ തന്നെ ചെയ്യിക്കുന്നത്. പിന്നെ അവരുടെ ഒരു 12th ഗ്രാജുവേഷൻ്റെ എക്സാം ആയിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഇത് പ്യുവർലി ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു റിയൽ കമ്പനി സിനാറിയോ പോലുള്ള ഒരു സിനാറിയോ ഇവരുടെ മുന്നിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ടി വരും, ലോജിക്കലായിട്ട് നമ്മുടെ കുറേ ഇൻപുട്ട് ഇടേണ്ടി വരും, അതേപോലെ തന്നെ നമ്മുടെ നോളജ് കറക്റ്റ്ലി അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു +2 ഡിഗ്രി എക്സാം ആയിട്ടൊന്നും ഇതിനെ നമുക്ക് കമ്പാരിസനെ പറ്റില്ല എന്തായാലും. പിന്നെ അത് ആ ഒരു റൂട്ടിലേക്ക് എത്തുമ്പോൾ അവർ അതായിട്ട് ഫെമിലിയർ ആവും. ഇനീഷ്യലി ചെറിയ സ്ട്രഗിളിങ് ഉണ്ടെങ്കിലും പിന്നീട് അവരതായിട്ട് പൊരുത്തപ്പെടാറുണ്ട്. അപ്പോൾ ഏത് ഏജിലാണ് ഇവർക്ക് ACCA സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബെറ്റർ ആയിട്ട് വരുന്നത്? +2 കഴിഞ്ഞിട്ടാണോ അതെയോ ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും? ഞാനെപ്പോഴും പറയാം, ഏർലി പ്രിപ്പറേഷൻ മാറ്റേഴ്സ് അല്ലേ. നമ്മളായാലും ഇപ്പം ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ കോഴ്സിലേക്ക് വന്നതാണ്. എനിക്ക് തോന്നാറുണ്ട് അതിന് മുൻപേ ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നേരത്തെ സെറ്റിൽ ആവുന്നുള്ളത്. കാരണം ഇന്നത്തെ ഒരു വേൾഡ് എന്ന് പറയുമ്പോൾ യങ് പ്രൊഫഷണൽസിന് കമ്പനീസിന് ആവശ്യമുണ്ട്. അപ്പോൾ എത്ര നേരത്തെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നു അത്രയും നമുക്ക് ഈസിയാണല്ലോ കാര്യങ്ങൾ. അതിപ്പോൾ ഏത് കാര്യത്തിലും അങ്ങനെയാണല്ലോ, നമ്മൾ നേരത്തെ സെറ്റിൽഡ് ആവുക എന്ന് പറയുന്ന എല്ലാവരും ഒരു ആഗ്രഹമാണ്. അതിന് നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങണം. ഇപ്പോൾ ഒരു 12th കഴിഞ്ഞ് ഈവൻ 10th കഴിഞ്ഞ ഉടനെ നമുക്ക് ACCക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം ചെയ്യുക, ദെൻ 12th ഒരു ഗ്രാജുവേഷൻ ഫസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴേക്ക് ക്ലിയർ ചെയ്യുക. അതായിരിക്കും നല്ലൊരു സ്ട്രാറ്റജി. ഇനി 12th ഡിഗ്രിയുടെയും കൂടെ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല, കറൻ്റ്ലി ഏതെങ്കിലുമൊക്കെ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒരു അപ്ഗ്രേഡേഷൻ വേണമെന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് ACCA പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ഈ വർക്കിംഗ് പ്രൊഫഷണൽസിന് ACCA ചെയ്യാൻ പറ്റുമോ? അവരുടെ ആ ഒരു വർക്കിൻ്റെ കൂടെ ടൈമൊക്കെ മാനേജ്മെൻറ്റ് ചെയ്യും? ഇഷ്ടംപോലെ ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി എൻ്റെ ഒരു ബാച്ചിൽ ഒരു സ്റ്റുഡൻറ്റ് വന്നു. അയാൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് തന്നെ വന്ന ആളാണ്. ആൾ കുറേ വർഷം, എനിക്കൊന്ന് 15 വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ആൾ ഡിഗ്രി ഡ്രോപ്പ് ചെയ്തിട്ട് എംപ്ലോയ്മെൻറ്റിലേക്ക് കയറി, ഒരു സാധാ വർക്ക് കയറി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇപ്പോൾ ACCA ചൂസ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്കൊരു ഹയർ ലെവൽ പൊസിഷൻ, എൻ്റെ പൊസിഷൻ ഇപ്പോൾ ഒരു പോയിൻറ്റിനപ്പുറം എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ഹയർ പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ അവർക്കൊരു ക്വാളിഫിക്കേഷൻ വേണം. ഈവൻ അയാൾക്ക് ഡിഗ്രി പോലും ഇല്ല. അപ്പോൾ ആൾ ഒരു 2 years ബ്രേക്ക് എടുത്തിട്ട് ഒരു സാധാ കുട്ടി പഠിക്കുന്ന പോലെ, എനിക്ക് തോന്നുന്ന ആൾക്ക് അത്യാവശ്യം വലിയ കുട്ടികളുണ്ട്, ആ കുട്ടികൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ കൂടെ ഹോംവർക്ക് ചെയ്തിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ വർക്കിംഗ് പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇയറിലത് ഒരു പയ്യൻ, ആൾ ഓൾറെഡി CMA ക്വാളിഫൈഡ് ആണ്.
ദെൻ ACCA വർക്കിൻ്റെ കൂടെ തന്നെ ചെയ്തു. എനിക്കൊന്ന് വിത്തിൻ 1 ഇയർ എന്ത് ചെയ്തു, ബാക്കിയുള്ള പേപ്പേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഡിപ്പെൻസ് ഓൺ ആർ ഇൻട്രസ്റ്റ്. നമ്മൾ കുറച്ച് വർക്ക് ചെയ്യാൻ ഓഫ് കോഴ്സ് റെഡി ആവണം. നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് ചെറിയൊരു ടൈം സ്പെൻഡ് ചെയ്താൽ തന്നെ ഒരല്പം ലാഗായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 3 months ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ ഡെയിലി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈസി ആയിരിക്കും ആഫ്റ്റർ വർക്ക്. ഇനി എല്ലാ അയാൾക്ക് സമയമില്ലെങ്കിൽ 6 months 1-2 പേപ്പേഴ്സ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ACCA ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഓഫ്ലൈൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. ഇപ്പോൾ ഒരു ഓഫ്ലൈൻ കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് ഓഫ്ലൈൻ തന്നെ വേണം, ചില കുട്ടികൾക്ക് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും കുഴപ്പമില്ല. മുൻപൊക്കെ നമുക്ക് ഈ ബിഫോർ കൊറോണയൊന്നും ഓൺലൈൻ എന്നുള്ള ഒരു കോൺസെപ്റ്റേ നമ്മൾ ആലോചിച്ചിരുന്നില്ല ഈ ഒരു ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ. ബട്ട് ആഫ്റ്റർ കൊറോണ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹൈലി ഫ്ലെക്സിബിളാണ്. അപ്പോൾ അവരുടെ സമയം കാലമൊക്കെ നോക്കിയിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ കൊറോണ സമയത്ത് നമ്മൾ ഒരു എക്സാം വിൻഡോ ACCA എക്സാംസ് നടത്തിയിരുന്നില്ല. കാരണം എല്ലാവരും പാനിക്കാണ്, എന്താ നടക്കുകയെന്നറിയില്ല. റിമോട്ട് എക്സാമിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ വരുന്നതിന് മുമ്പ്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ACCA ഓൺലൈൻ എടുക്കുമ്പോൾ അന്ന് എനിക്ക് തോന്നുന്ന ഒരു ക്വാർട്ടർ എല്ലാവർക്കും നഷ്ടപ്പെട്ടു. അടുത്ത ക്വാർട്ടറിൽ കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അന്നൊരു ഫ്രീ ബാച്ചാണ് നമ്മൾ അനൗൺസ് ചെയ്തത്. അപ്പം അന്ന് ഈ ഓൺലൈൻ ബാച്ച് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഒന്ന്, ഇതിൻ്റെ ഡെലിവറബിലിറ്റി എങ്ങനെ ഉണ്ടാകും, കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുമോ, അവർക്ക് മനസ്സിലാവുമോ, അവർ കറക്റ്റ് ഫോളോ ചെയ്യുമോ, ഇങ്ങനെ കുറേ പേടിയിലാണ് ഞാൻ ക്ലാസ് എടുത്തത്. ബട്ട് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയിട്ടുള്ളൊരു ബാച്ചായിരുന്നു അത്. കാരണം ഒന്ന്, എൻ്റെ ഒരുപാട് കണ്ടിൻജൻസി മാറി കിട്ടി. അതിൽ എനിക്ക് തോന്നുന്നു ഫ്രീ ബാച്ച് ആയതുകൊണ്ട് തന്നെ എനിക്കൊന്ന് 200-300 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു 3-4 പേര് 49-ലും 48-ലായിട്ട് 4 തവണയൊക്കെ തോറ്റ കുട്ടികളായിരുന്നു PM. അപ്പോൾ ആ കുട്ടികൾ എൻ്റെ അടുത്തേക്ക് ഈ ഓൺലൈൻ ബാച്ചിലേക്ക് വന്നു. അപ്പോൾ ഒന്ന്, എൻ്റെ ഈ കുട്ടികളെ എനിക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ എന്നോട് പറഞ്ഞത്, സാറേ ഇത് അവസാനത്തെ അറ്റംപ്റ്റായിട്ട് എടുക്കുന്നത്, ഇനി ACCA തന്നെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്, കാരണം 4 തവണ ഇങ്ങനെ തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാവുക, പിന്നെ ഓൺലൈനാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഈസി ആയിട്ട് കാണരുതെന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര നല്ല എഫേർട്ട് എടുത്തെന്ന് തന്നെ ഞാൻ പറയും. അതിൽ എനിക്കൊന്ന് 3 കുട്ടികളും എന്തായി ആ ഒരു അറ്റംപ്റ്റിൽ പാസ്സായി. അത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. എല്ലാവർക്കും വലിയ മാർക്കൊന്നുമില്ല, ചില ആൾക്കാർ 52-ലൊക്കെ പാസ്സായി. എന്നാലും എന്നെ സംബന്ധിച്ചൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. ആ ഒരു ബാച്ചിൽ ഒരു പയ്യൻ റാങ്ക് അടിച്ച്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു റിസൾട്ടായിരുന്നു അത്. കാരണം ഞാൻ വളരെ പേടിച്ചെടുത്തൊരു ബാച്ച്, ആ ബാച്ചിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഒരു റിസൾട്ട്, ഇതൊക്കെ എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ബാച്ചായിരുന്നു. അപ്പോൾ ഓൺലൈൻ എന്നുള്ളത് ഒരിക്കലും നമുക്കൊരു എന്താ പറയുക, ഒരു തടസ്സമല്ല, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവർക്ക് ഓഫ്ലൈൻ, എന്നാൽ ഓൺലൈൻ ഈ ഓഫ്ലൈനായിട്ട് പോയിട്ട് പഠിക്കാൻ പറ്റൂല എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് എന്ത്. അതേപോലെ തന്നെ ഈ വർക്കിംഗ് പ്രൊഫഷൻസിനൊക്കെ ഏത് മോഡേ പറ്റുള്ളൂ, ഓൺലൈൻ മൊഡ്യൂളേ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ആൾക്കാർക്ക് നല്ല ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് അവിടെ ഒരു റെക്കോർഡിങ്സ് കൂടെ കിട്ടുന്നുണ്ടല്ലോ. അല്ല, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റീസെൻറ്റ് ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റാങ്ക് അടിക്കുന്ന ഓൺലൈൻ സ്റ്റുഡൻസ്. ഞാൻ തന്നെ പഠിപ്പിച്ച പല റാങ്ക് നോക്കുമ്പോൾ ഓൺലൈൻ സ്റ്റുഡൻസിനെ കിട്ടിയിട്ടില്ല. കാരണം ഈ ഓൺലൈനിൽ ഇരിക്കുന്ന 2 കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ട്. ചില ആൾക്കാർ സൗകര്യം നോക്കിയിട്ട് വരാനുള്ള മടിയൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നത്, അവർ ചിലപ്പോൾ സീരിയസ്നെസ് കുറയാറുണ്ട്. ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇല്ലായിട്ടിരിക്കുന്ന, അപ്പം അത്തരം കുട്ടികൾ എന്ന് പറയുമ്പോൾ വളരെ സീരിയസാണ്. ഒരു ഓഫ്ലൈൻ സ്റ്റുഡൻറ്റ് എടുക്കുന്ന അതേ എഫേർട്ട് ഓൺലൈനിൽ ഇരിക്കാൻ റെഡിയാകുന്ന കുട്ടികളാണ്. അപ്പം അത്തരം കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്ലാസ് ഇപ്പോൾ അവർ റെക്കോർഡിങ്സ് ഒക്കെ കാണുമ്പോൾ അവരുടെ ഒരു മനസ്സിലാക്കലൊക്കെ കഴിഞ്ഞ്, ഇപ്പം ഓഫ്ലൈൻ എടുക്കുമ്പോൾ ചില കുട്ടികൾക്ക് എൻ്റെ സ്പീഡിൽ എത്താൻ പറ്റണമെന്നില്ല. അപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, പിന്നീട് റെക്കോർഡ് കാണാം, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കൊക്കെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാനൊക്കെ റെഡിയാവും. അപ്പോൾ ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റെക്കോർഡൊക്കെ കാണുമ്പോൾ അവർക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, അടുത്തേക്ക് പോയാൽ മതി. ആ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നോർമലി നമ്മുടെ ACCA PM ഒരു ടഫായിട്ടുള്ള പേപ്പറാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കൂടുതൽ സ്റ്റുഡൻസിനും ഈ PM ഇങ്ങനെ ടഫായിട്ടിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്കിൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ FR ആയിക്കോട്ടെ, FM ആയിക്കോട്ടെ, ഈ പേപ്പേഴ്സൊക്കെ കുറച്ചും കൂടി നമുക്ക് പ്രെഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇന്ന ഏരിയയിൽ നിന്ന് വരും എന്നുള്ളതൊക്കെ പറയാൻ പറ്റും. PM-ന് നമുക്കാകെ പറയാൻ പറ്റുന്ന ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒരു പാർട്ടിൽ നിന്നായിരിക്കുന്നത് മാത്രമാണ്. അതർ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്ന് വരും നമുക്കൊരു ഐഡിയ ഇല്ല. മറ്റൊന്നും ഇവിടെ ഒരു ഫോർമാറ്റിലല്ല നമ്മൾ പഠിക്കുന്നത്. FR ഒക്കെ ആകുമ്പോൾ ദർ ഇസ് എ സ്ട്രിക്റ്റ് ഫോർമാറ്റ്. PM-ന് നമുക്കൊരു സെർട്ടൻ ഫോർമാറ്റ് ഇല്ല. എന്താണോ മാനേജ്മെൻറ്റ് ആവശ്യപ്പെടുന്നത് അത് നമ്മൾ നമ്മുടേതായ ഒരു ഫോർമാറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യില്ല. ഡിസിഷൻ ആകുമ്പോഴും ഇതൊരു റാഷണൽ തിങ്കിങ് ആണല്ലോ. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത് ഇവർക്കൊരു ഫോർമാറ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത പോലെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ ക്വസ്റ്റ്യനും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ.
ഇതിലാണ് കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് കാണാറ്. പിന്നെ കോൺസെപ്ച്വൽ ബാക്ക്ഗ്രൗണ്ട്, ഓരോന്നിൻ്റെയും കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പേപ്പർ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് വല്ലാതെ സ്ട്രഗിൾ ചെയ്യും. കാരണം ചില കുട്ടികൾ ബൈഹാർട്ടൊക്കെ പഠിക്കാൻ നോക്കും, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, അടുത്ത ക്വസ്റ്റ്യൻ എത്തുമ്പോൾ വീഴും. അപ്പോൾ മാക്സിമം കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പേപ്പറിൻ്റെ ഒരു ബേസ്. അപ്പോൾ ACCA PM പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്? അല്ല, ഇനീഷ്യലി ഒരു പ്രോപ്പർ ഗൈഡൻസ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് പറ്റും, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മൾ പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാൻ വരുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഒന്ന് പ്രോപ്പർ ഗൈഡൻസ് എടുക്കുക എന്നുള്ളതാണ്. ആ ഗൈഡൻസ് എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ PM-ൻ്റെ ക്ലാസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ റെഗുലർ ക്ലാസ് കറക്റ്റായിട്ട് ഉണ്ടാവും. അതിൽ പക്ക കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ടേ നമ്മൾ പോവുള്ളൂ. അതിന് വേണ്ട ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ നമ്മുടെ റിവിഷനിൽ നമ്മൾ കൂടുതലായിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, അതായത് ഓൾറെഡി ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻസ് കൂടാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അവിടെ ഈ റിവിഷൻ ടൈമിലൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇനീഷ്യലി ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്നല്ല, എന്നാൽ കോൺസെപ്റ്റൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബേസ് ലെവൽ ക്വസ്റ്റ്യൻ മുതൽ അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻ വരെ ചെയ്യാറ്. അപ്പോൾ ഈ ഒരു കോൺസെപ്ച്വൽ ബാക്ക്ഗ്രൗണ്ട് വളരെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പേപ്പർ ക്വാളിഫൈ ചെയ്യാൻ വേണ്ട ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നോർമലി സ്റ്റുഡൻസ് പ്രിപ്പറേഷനിൽ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ് ഈ ഒരു PM പേപ്പറിൻ്റെ കേസിൽ? PM പേപ്പറിൻ്റെ കേസിൽ ഓൾറെഡി വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒന്ന് അവർക്ക് ഒരു ഓൺ ടൈം കംപ്ലീഷൻ ഒരു പ്രശ്നമാവാറുണ്ട്. കാരണം ഇത് ആലോചിച്ച് അല്ലെങ്കിൽ ഒരു വലിയ സിനാരിയോ വായിക്കുമ്പോൾ തന്നെ ഒരു സമയം പോകും. പ്ലസ് ഇവർ ഈ ഒരു സിനാരിയോയിലേക്ക് എത്താൻ സമയം എടുക്കും. അപ്പോൾ അത് വളരെ ക്വിക്കായിട്ട് നടക്കണമെങ്കിൽ അത്ര റിവിഷൻസ് എടുക്കണം. നമ്മളിപ്പോൾ നോർമലി പറയാറുണ്ട്, ഇപ്പോൾ ഞാനിപ്പോൾ അഞ്ജലിനെ ഇതിനു മുൻപ് കണ്ടെന്ന് വിചാരിക്കുക, ഒരു 3 വർഷം മുൻപേ എവിടുന്നോ കണ്ടെന്ന് വിചാരിക്കുക. ഇന്ന് കണ്ട് ചിലപ്പോൾ എൻ്റെ മൈൻഡിൽ എവിടെയോ ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നാം. ബട്ട് നമ്മളിപ്പോൾ റെഗുലറായിട്ട് ഇപ്പോൾ എൻ്റെ ഉമ്മനെ എനിക്ക് ഒരു പെട്ടെന്ന് കാണുമ്പോൾ ഒരു കൺഫ്യൂഷനില്ല, ഈവൻ ഷാഡോ കണ്ടാൽ പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിയലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലത്തെ ഒരു റിവിഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി ആയിട്ട് ഞാൻ പറയാറ്. ഇനി ഇവർ എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ടൈം മാനേജ്മെൻറ്റിലൊക്കെ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഓരോ ക്വസ്റ്റിൻ്റെയും അപ്രോച്ച് എങ്ങനെയായിരിക്കണം? ഇതിൽ കോമൺ ആയിട്ട് കുട്ടികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ, എക്സാമിന് ചില കുട്ടികൾ ആദ്യം തന്നെ പോയിട്ട് സിനാരിയോ ക്വസ്റ്റ്യൻ നോക്കും. സിനാരിയോ എളുപ്പമാണോ ഈസിയാണോ, അത് ഇൻ കേസ് അവർ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവിടെ തന്നെ ഡൗൺ ആവും. പിന്നെ അവർക്ക് അറിയാവുന്നത് കിട്ടാത്തൊരവസ്ഥ വരും. ഞാനെപ്പോഴും പറയാറ്, ഈ നമ്മുടെ മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസും മൾട്ടി ടാസ്ക് ക്വസ്റ്റ്യൻസും ഇത് മാത്രം 60 മാർക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പാസ്സാവാനുള്ള മാർക്ക് വാങ്ങിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. ദെൻ അതിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഫാസ്റ്റായിട്ട് എഴുതുക. അല്ലാതെ ആദ്യം തന്നെ 30 സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്നും നോക്കാൻ പോകേണ്ട ആവശ്യമില്ല. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം തന്നെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അതിൽ സ്ട്രഗിൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാറ്റി വെക്കുക. എന്നിട്ട് ആ ഒരു സെയിം എന്താ പറയുക ക്വസ്റ്റ്യൻ നമ്പേഴ്സ് വെച്ചിട്ട് അവർ കണ്ടിന്യൂ ചെയ്യുക. സ്ട്രഗിൾ ചെയ്ത ക്വസ്റ്റ്യൻസിന് ലാസ്റ്റ് എന്ത് ചെയ്യുക, ടൈം സ്പെൻഡ് ചെയ്യുക. അതായിരിക്കും എപ്പോഴും ബെസ്റ്റ് സ്ട്രാറ്റജി. നമ്മൾ ഹൈലി ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാലേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ എഴുതിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നല്ല സ്കോറും റാങ്കൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ എപ്പോഴും ട്രൈ ചെയ്യേണ്ടത് ഈ മൾട്ടി ചോയ്സ് മൾട്ടി ടാസ്കിന് മാക്സിമം മാർക്ക് വാങ്ങിക്കുക, പ്ലസ് സിനാരിയോയിൽ മാർക്ക്. കാരണം സിനാരിയോനേക്കാൾ നമുക്കൊരു എഷ്യോർഡ് മാർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ MCQ MTQ കിട്ടുന്നത്. അപ്പോൾ അതിൽ തന്നെ പാസ്സാവണം എന്ന കുട്ടികളോട് ഞാൻ പറയാറ്. ഓക്കെ, അപ്പോൾ ഇനി പുതുതായിട്ട് ACCയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് സാറിന് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ACC ഇപ്പോൾ ഒരു കൊമേഴ്സ് പ്രൊഫഷനാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് പല കുട്ടികളും നമ്മളിപ്പോൾ ACCയിലേക്ക് വരുമ്പോഴും ഈവൺ ഇന്ത്യൻ കോഴ്സിൽ വരുന്നവരും കുട്ടികളോട് ചോദിക്കും നിങ്ങൾ എവിടെ വർക്ക് ചെയ്യാനാണ് താല്പര്യം എന്ന് പറയുമ്പോൾ പല കുട്ടികളും ഫോറിൻ കൺട്രീസാണ് പറയാറ്. അപ്പോൾ ഒരു ഔട്ട്സൈഡ് ഇന്ത്യ വർക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫൈനാൻഷ്യൽ പ്രൊഫഷണൽസിൻ്റെ കാര്യത്തിൽ ACC തന്നെയാണ്. ഇപ്പോൾ CA നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്, കമ്പാരിറ്റീവ്ലി നമ്മൾ അതിനെടുക്കുന്ന എഫേർട്ടും ടൈമൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാം വാങ്ങിക്കുന്ന സാലറി ഓഫ് കോഴ്സ് സെയിം തന്നെയാണ്, ഓൾമോസ്റ്റ് സിമിലർ സാലറി തന്നെ വാങ്ങിക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും മറ്റൊക്കെയാണ് ACC കവർ ചെയ്യുന്നത്. അപ്പോൾ അത്തരം കുട്ടികൾ ഇപ്പോൾ ACC പ്രൊഫഷണൽ അല്ലെങ്കിൽ കൊമേഴ്സ് പ്രൊഫഷൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ഏറ്റവും നല്ലത് ACC ആയിട്ടാണ് ഞാൻ പറയാറ്. ഓക്കെ, അപ്പോൾ സാർ ഇന്ന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് നമ്മുടെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ കൊമേഴ്സ് പ്രോയുടെ കൂടെ ഉണ്ടാകും, നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസിലും ക്ലാസ്സസിലൊക്കെ സാർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഇനിയുള്ള നമ്മുടെ ജേർണിയിൽ സാർ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാകും. താങ്ക് യു സോ മച്ച് സാർ.